ഡിയർ സ്റ്റുഡൻസ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നും സെലക്ട് ചെയ്ത കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള താരതമ്യേന പ്രയാസമുള്ള കുറച്ച് ചോദ്യങ്ങൾ, കൂടുതൽ മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻസ് out of a deck of 52 cards if there is exactly one ace in each combination. ഇത്തരം ചോദ്യങ്ങളിൽ കാർഡ് കോമ്പിനേഷൻസിൻ്റെ ചോദ്യങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ 52 കാർഡുള്ള ഒരു ബോക്സിൽ എത്ര ടൈപ്പിലുള്ള കാർഡുകളുണ്ടെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് 52 കാർഡുകളുള്ള ഒരു ബോക്സിൽ ഏതൊക്കെ ടൈപ്പ് കാർഡുകളുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിനാദ്യമായിട്ട് ഈ 52 കാർഡുകൾ 4 തരത്തിലാണ് ഉണ്ടായിരിക്കുക ഒരു ബോക്സിൽ. 4 തരത്തിലെന്ന് പറയുമ്പോൾ 2 ടൈപ്പ് റെഡ് കളറിലും 2 എണ്ണം ബ്ലാക്ക് കളറിലുമാണ്. ഈ റെഡ് കളറിലുള്ളത് ഹാർട്ടും ഡയമണ്ടുമാണ്. അതിൻ്റെ സിമ്പലാണ് ഇവിടെ കാണുന്നത്. ഹാർട്ട് ആൻഡ് ഡയമണ്ട് ആർ റെഡ് കാർഡ്സ്. ഇനി ബ്ലാക്ക് കാർഡ്സ് എന്ന് പറയുന്നത് സ്പെയ്ഡും ക്ലബ്ബുമാണ്. ഈ 2 ടൈപ്പാണ് ബ്ലാക്ക് കാർഡായിട്ടുള്ളത്. അതിൽ ഓരോന്നും 13 വീതം കാർഡുകളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 13 വീതം കാർഡുകൾ ഉണ്ടാകുമ്പോൾ അത് ഏതൊക്കെ തരത്തിലുള്ള കാർഡുകളാണ് ഈ 13 എണ്ണം ഉള്ളതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ 13 എണ്ണത്തിൽ ഒന്ന് ഏസ് ആയിരിക്കും, മറ്റൊന്ന് കിങ്, ജാക്ക്, ക്യൂൻ, പിന്നെ 2 മുതൽ 10 വരെയുള്ള നമ്പർ കാർഡുകളും കൂടി ചേരുമ്പോൾ ആകെ 13 കാർഡുകൾ ഉണ്ടായിരിക്കും. ഓരോ വിഭാഗത്തിലും 13 കാർഡുകൾ വീതം ഉണ്ടായിരിക്കും. ഇനി എ എന്ന് എഴുതിയ കാർഡിനെ നമ്മൾ ഏസ് എന്നാണ് പറയുന്നത്, ഏസ്. പിന്നെ കിങ്, ക്യൂന്, ജാക്ക്, ഈ 3 ടൈപ്പിലുള്ള കാർഡുകൾ അതിൻ്റെ ഒരു അരികിൽ ഒരു ഫേസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളതിനെ പറയുന്നത് ഫേസ് കാർഡ്സ് എന്നാണ്. അപ്പോൾ ആകെ 12 ഫേസ് കാർഡ്സ് ഉണ്ടാവും, ബാക്കി നമ്പർ കാർഡ്സാണ്. അപ്പോൾ ആദ്യമായി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ കാർഡുകളുടെ എണ്ണത്തിനെ പറ്റി ഒരു കൃത്യത നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട റെഡ് കാർഡ്സ് ഹാർട്ടും ഡയമണ്ടുമാണ്. ആകെ 26 കാർഡ്സ് റെഡ് കാർഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ 26 കാർഡ്സ് ബ്ലാക്ക് കാർഡ് ഉണ്ടാവും. ഈ ബ്ലാക്കിൽ ഉൾപ്പെടുന്നതാണ് സ്പെയ്ഡും ക്ലബ്ബും. പിന്നെ ഫേസ് കാർഡ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഫേസ് കാർഡ്സ് ആകെ 12 എണ്ണമാണ്. അതിൽ കിങ് 4, ജാക്ക് 4, ക്യൂന് 4, റെഡ് കിങ്സ് 2. അതുപോലെ എയ്സ് 4 അതിൽ റെഡ് എയ്സ് 2 ആണ്. ഇങ്ങനെ ഈ കാർഡുകളെ പറ്റി നല്ല ധാരണ ഉണ്ടായാൽ ഇത്തരത്തിലുള്ള ഏത് ചോദ്യങ്ങളെയും നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻസ് ഔട്ട് ഓഫ് എ ഡെക്ക് ഓഫ് 52 കാർഡ്സ് ഇഫ് ദർ ഈസ് എക്സാക്ട്ലി 1 ഏസ് ഇൻ ഈച്ച് കോമ്പിനേഷൻ. 52 കാർഡുകളിൽ നിന്നും നമ്മളൊരു 5 കാർഡുള്ള ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്യുന്നു. അതിൽ കൃത്യമായിട്ട് ഒരു ഏസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 52 കാർഡിൽ ആകെ 4 ഏസാണുള്ളത്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു 52 കാർഡുകളിൽ 4 ഏസാണുള്ളത്. ഇതിൽ നിന്നും തീർച്ചയായിട്ടും ഒരു ഏസ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 4 കാർഡ്സിൽ നിന്ന് 4 കാർഡ്സ് ഏസും ബാക്കിയുള്ള 48 കാർഡ്സ് ഏസ് അല്ലാത്ത കാർഡ്സുകളാണ്. അപ്പോൾ നമ്മളതിൽ 4 കാർഡിൽ നിന്നും തീർച്ചയായിട്ടും ഒരു ഏസ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. അപ്പോൾ 4 കാർഡിൽ നിന്ന് ഒരു ഏസ് സെലക്ട് ചെയ്യുന്നു. ഇനി എടുക്കുന്ന കാർഡ്സ് ഏസ് അല്ലാത്തതായിരിക്കണം. കാരണം എക്സാക്ട്ലി 1 ഏസ് മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇനിയുള്ള 4 കാർഡ്, ഇതിൽ നിന്ന് നമ്മൾ ഒന്നാണ് എടുക്കേണ്ടത്. ഇനിയുള്ള 4 കാർഡുകൾ സെലക്ട് ചെയ്യേണ്ടത് ഈ 48 മറ്റു കാർഡുകളിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 48ൽ നിന്ന് 4 കാർഡ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അത് എത്ര രീതിയിൽ ചെയ്യാം? 48C4 വേസിൽ ചെയ്യാം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടന്നാൽ മാത്രമേ നമ്മുടെ സെലക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. 5 കാർഡ് കിട്ടണമെങ്കിൽ ഈ 2 സെലക്ഷനും ഒരുമിച്ച് നടക്കണം. അത് നമ്മുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരം ഒരു കാര്യം M വേസിലും മറ്റൊരു കാര്യം N വേസിലും നടക്കുന്നുണ്ടെങ്കിൽ 2 കാര്യവും ഒരുമിച്ച് നടക്കണമെങ്കിൽ M×N വേസ് ആണ്. ദെർഫോർ ഈ 2 കാര്യങ്ങൾ ഒന്നിച്ച് നടക്കാൻ നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ.
4C1 ഇൻറ്റു 48C4. അപ്പോൾ ഇത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 7,78,320 ആണ്. നിങ്ങൾക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ദി ആൻസർ ഈസ് 7,78,320. നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. എത്ര കാർഡുകളുണ്ടെന്നും ഏതെല്ലാം ടൈപ്പാണെന്നും കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. What is the number of ways of choosing 4 cards from a pack of 52 cards? In how many of these 4 cards are of the same suit? 4 cards belong to 4 different suits. 4 cards are face cards. 2 are red cards and 2 are black cards. Cards are of same color. അപ്പോൾ ഈ കാർഡുമായിട്ട് സംബന്ധിക്കുന്ന പല ചോദ്യങ്ങളും എക്സാമിന് ഫ്രീക്വൻ്റ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. സബ് ക്വസ്റ്റ്യനിലല്ലാതെ ഒരു ചോദ്യം ഇവിടെയുണ്ട്. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 cards ഫ്രം എ പാക്ക് ഓഫ് 52 cards? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 52 കാർഡുകളിൽ നിന്ന് എങ്ങനെ നമ്മൾ 4 കാർഡ് സെലക്ട് ചെയ്യും, എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് എഴുതാം. വാട്ട് ഈസ് ദി ആൻസർ? 52 കാർഡ്സിൽ നിന്ന് 4 കാർഡ്സ് സെലക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 52C4. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 4 കാർഡിനെ 52 കാർഡിൽ നിന്നും എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 52C4 വേസിൽ സെലക്ട് ചെയ്യാം. നമുക്കതിനെ അതിൻ്റെ ഫാക്ടോറിയൽ നൊട്ടേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. 52 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 48 ഫാക്ടോറിയൽ. അപ്പോൾ നമ്മുടെ ആൻസർ 2,70,725 ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ കോമ്പിനേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയാൽ മതി. 52 കാർഡ്സിൽ നിന്ന് 4 കാർഡ് സെലക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 52C4 വേസിൽ സെലക്ട് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സബ് ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കാം. 4 കാർഡ്സ് ആർ ഓഫ് ദി സെയിം സ്യൂട്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? 4 കാർഡ്സ് ആർ ഓഫ് ദി സെയിം സ്യൂട്ട് എന്ന് പറയുമ്പോൾ 4 കാർഡും ഒരേ വിഭാഗത്തു നിന്ന് വരണം. ഒരേ വിഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 വിഭാഗമുണ്ട്. ഹാർട്ട്, ഡയമണ്ട്, സ്പെയ്ഡ്, ക്ലബ്ബ്. ആ 4 വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് തന്നെ ഒരേ ടൈപ്പ് തന്നെ ആയിരിക്കണം 4 കാർഡ്. അപ്പോൾ നമ്മൾ അത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. 4 ഒരേ കാർഡിൽ നിന്ന് ഒരേ ടൈപ്പ് കാർഡായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 4 കാർഡിൽ ഹാർട്ടിൽ നിന്നാണ് 4 സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം 13 കാർഡാണ് ഹാർട്ടിലുള്ളത്. 13 കാർഡിൽ നിന്ന് നമുക്ക് 4 സെലക്ട് ചെയ്യാം. ഇതല്ലെങ്കിൽ നമുക്ക് ഡയമണ്ടിൽ നിന്ന് 13 കാർഡ് സെലക്ട് ചെയ്യാം. അതും 13C4 വേസിൽ സെലക്ട് ചെയ്യാം. ഇനി ഇതുമല്ലെങ്കിൽ സ്പെയ്ഡിൽ നിന്നും 13 സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ 13C4 വേസിൽ സ്പെയ്ഡിൽ നിന്നും സെലക്ട് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ ക്ലബിൽ നിന്നും 13 നിന്ന് 4 സെലക്ട് ചെയ്യും. ഇത് 4 കാര്യങ്ങളും ഒരുമിച്ച് നടക്കുന്നില്ല. ഇതിലേതെങ്കിലുമേ നടക്കുന്നുള്ളൂ. ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, അതല്ലെങ്കിൽ മറ്റൊന്ന്, അതുമല്ലെങ്കിൽ 4ാമത്തെ ടൈപ്പ്. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് വേസ് ഓഫ് സെലക്ടിങ് 4 കാർഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ തന്നെ ആഡ് ചെയ്യണം. ഇത് 4ഉം ഒരുമിച്ച് നടന്നാൽ നമുക്ക് 16 കാർഡ് കിട്ടും. അത് 4 ഒരുമിച്ചല്ല നടക്കേണ്ടത്, ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിനെ ആഡ് ചെയ്യണം. ഇതാണ് പലർക്കും സംശയം വരുന്നത്. ഇതല്ലെങ്കിൽ മറ്റൊന്നെന്ന് വരുമ്പോൾ നമ്മളത് ആഡ് ചെയ്യാണ് വേണ്ടത്. അതിൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അല്ല സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. M × N എന്നുള്ള ഫോർമുലയല്ല, ഇവിടെ പ്ലസ് ചെയ്യാണ് വേണ്ടത്, ഓറാണ്. അപ്പോൾ ഇത് 4 കൂടി നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ 4 times 13C4 എന്ന് കിട്ടുന്നു. 13C4 4 times എടുക്കുന്നു. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 2860 ആണ്. അപ്പോൾ നമ്മുടെ ആൻസറായി. ഇതുപോലെ നമ്മൾ എഴുതാനാണ് ആദ്യം പഠിക്കേണ്ടത്. ബാക്കിയുള്ള കാൽക്കുലേഷൻ നമുക്ക് കാൽക്കുലേറ്ററിലും ചെയ്യാം. അപ്പോൾ ഇത് 13C4 പ്ലസ് 13C4 പ്ലസ് 13C4 പ്ലസ് 13C4 ആണെന്നുള്ള കാര്യം എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം നമുക്ക്.
അടുത്തൊരു ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. 4 cards belong to 4 different suits. അപ്പോൾ 4 കാർഡും 4 ഡിഫറൻറ്റ് സ്യൂട്ട്സിലായിരിക്കണം. അതിൻ്റെ അർത്ഥം ഒരു കാർഡ് ഹാർട്ടിൽ നിന്ന് വരണം, മറ്റൊന്ന് ഡയമണ്ട് ആയിരിക്കണം, മൂന്നാമതൊരെണ്ണം സ്പേഡിൽ നിന്ന് വരണം, നാലാമതൊരെണ്ണം ക്ലബിൽ നിന്ന് വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാർഡുകൾ എങ്ങനെ സെലക്ട് ചെയ്യും? അപ്പം നമ്മുടെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. 4 cards belong to 4 different suits. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 13 വീതമുള്ള കാർഡുകളാണ് ഡിഫറൻറ്റ് സ്യൂട്ട്സിലുള്ളത്. ആ 13-ൽ നിന്ന് നമ്മൾ 4 എണ്ണം എന്ന് പറയുമ്പോൾ ഓരോന്നിൽ നിന്ന് വരണം, ഓരോ വിഭാഗത്തു നിന്ന് വരണം. അപ്പോൾ 13 ഹാർട്ടിനകത്ത് നിന്ന് നമ്മൾ ഒരു കാർഡ് എടുക്കുന്നു. അതുപോലെ 13 ഡയമണ്ടിനകത്ത് നിന്ന് നമ്മൾ ഒരു കാർഡ് എടുക്കുന്നു. വീണ്ടും 13 സ്പേഡിനകത്ത് നിന്ന് ഒരു കാർഡ് എടുക്കുന്നു. വീണ്ടും 13 ക്ലബിനകത്ത് നിന്ന് ഒരു കാർഡ് എടുക്കുന്നു. ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് നടന്നാൽ മാത്രമേ നമുക്ക് 4 കാർഡ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മൾട്ടിപ്ലിക്കേഷൻ, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഈ 4 കാര്യം ഒരുമിച്ച് നടക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 13C1 ഈസ് 13 ഇൻറ്റു 13 ഇൻറ്റു 13 ഇൻറ്റു 13. അപ്പോൾ അവർ ആൻസർ ഈസ് 13^4. നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ആൻസറിനെ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പം രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയതും ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസറും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ അടുത്ത ചോദ്യം നോക്കാം. 4 cards are face cards. 4 cards are face cards. അപ്പം നമുക്ക് ഫേസ് കാർഡ്സ് ഏതൊക്കെയാണ്? ഫേസ് കാർഡ്സ്, നമ്മുടെ ഫേസ് കാർഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, കിങ്, ക്വീന്, ജാക്ക്. ഈ 3 കാർഡിനെയാണ് നമ്മൾ ഫേസ് കാർഡ്സ് എന്ന് പറയുന്നത്. ഈ 3 കാർഡിൻ്റെയും ഒരു അരികിൽ ഒരു ഫേസ് ഉണ്ടാവും. അപ്പോൾ എത്ര കാർഡുണ്ട് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, 12 കാർഡുകളുണ്ട്. അപ്പോൾ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിൽ 4 കാർഡും ഫേസ് കാർഡാണെന്ന് പറഞ്ഞു. അപ്പോൾ 12 കാർഡിൽ നിന്ന് നമ്മൾ 4 കാർഡ് സെലക്ട് ചെയ്യുന്നു. 12C4 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ 12 കാർഡിൽ നിന്ന് 4 കാർഡ് സെലക്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഇറ്റ് ഈസ് ഈക്വൽ ടു 12 factorial divided by 4 factorial into 12 minus 4, that is 8 factorial. That is equal to 495. നമ്മുടെ ആൻസർ 495 ആണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഫേസ് കാർഡിൻ്റെ ടോട്ടൽ ഫേസ് കാർഡ്സിൽ നിന്ന് നമ്മൾ 4 എണ്ണം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ 12-ൽ നിന്ന് 4 സെലക്ട് ചെയ്യുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ആൻസറാണ് നമ്മളിപ്പോൾ ചെയ്തത്. 2 are red cards and 2 are black cards. 2 റെഡ് കാർഡും 2 എണ്ണം ബ്ലാക്ക് കാർഡും എടുക്കണം. നമുക്കറിയാം, റെഡ് കാർഡിൻ്റെ എണ്ണം അറിയണം, ബ്ലാക്ക് കാർഡിൻ്റെ എണ്ണം അറിയണം. പ്രത്യേകിച്ച് വിഭാഗങ്ങൾ പറയുന്നില്ല. റെഡ് കാർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റെഡ് കാർഡ്സ് 13 റെഡ് കാർഡ്സ് ഉണ്ട് അല്ലേ? 13 റെഡ് കാർഡ്സ് ഉണ്ട്. 13 റെഡ് കാർഡ്സ് ഹാർട്ടിലുണ്ട്. അതുപോലെ 13 എണ്ണം ഡയമണ്ടിലുണ്ട്. അപ്പോൾ ആകെ 26 റെഡ് കാർഡ്സ് ഉണ്ട്. 26 റെഡ് കാർഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ 26 ബ്ലാക്ക് കാർഡ്സും ഉണ്ട്. അപ്പോൾ 26 റെഡ് കാർഡ്സിൽ നിന്ന് നമ്മൾ 2 റെഡ് കാർഡ് സെലക്ട് ചെയ്യുന്നത് 26C2 വേസിൽ സെലക്ട് ചെയ്യുന്നു. വീണ്ടും ബ്ലാക്ക് കാർഡ്സിൽ നിന്ന് 26C2 വേസിൽ സെലക്ട് ചെയ്യാം 2 എണ്ണം. ഇത് രണ്ടും ഒരുമിച്ച് നടന്നാലേ നമുക്ക് 4 കാർഡ് കിട്ടുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം. ഈ 2 ആണ് നമ്മുടെ കാർഡിൻ്റെ എണ്ണം. അപ്പോൾ രണ്ടും ഒരുമിച്ച് നടന്നാൽ മാത്രമേ 4 കാർഡ് കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 26C2 ഇൻറ്റു 26C2 ദാറ്റ് ഈസ് ഈക്വൽ ടു 26 factorial divided by 2 factorial into 24 factorial അല്ലേ? ഇത് 2 പ്രാവശ്യം വരുന്നുണ്ട്. ഇതപ്പോൾ സ്ക്വയർ, ഓൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 325 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1,05,625 ബേസിൽ നമുക്കിത് ചെയ്യാം. അപ്പോൾ 2 റെഡ് കാർഡും 2 ബ്ലാക്ക് കാർഡും ആകുമ്പോൾ റെഡ് കാർഡിൻ്റെ എണ്ണത്തിൽ നിന്ന് നമ്മൾ 2 എടുക്കുന്നു. അതുപോലെ ബ്ലാക്ക് കാർഡിൽ നിന്ന് 2 എടുക്കുന്നു. അപ്പോൾ 2 ഒരുമിച്ച് നടക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദഫോർ ദി ആൻസർ ഈസ് 1,05,625. ഇനി അടുത്ത ഒരു
ക്വസ്റ്റ്യൻ. അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. അടുത്ത ഓപ്ഷനിൽ പറയുന്നത് അവസാനത്തെ ക്വസ്റ്റ്യൻ, കാർഡ്സ് ആർ ഓഫ് ദി സെയിം കളർ. കാർഡ്സ് ആർ ഓഫ് ദി സെയിം കളർ എന്ന് പറയുമ്പോൾ 26 റെഡ് കാർഡ്സ് ഉണ്ട്, അതുപോലെ 26 ബ്ലാക്ക് കാർഡ്സ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 26 റെഡ് കാർഡ്സ്, 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്. കാർഡ്സ് സെയിം കളറായിരിക്കണം എന്ന് പറഞ്ഞു. റെഡ് തന്നെ വേണമെന്നല്ല, ഒന്നുകിൽ റെഡ് ആയിരിക്കണം 4 കാർഡും, അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ 26 റെഡ് കാർഡ്സ് എന്നാണ് 4 എടുക്കുന്നതെങ്കിൽ അത് എത്ര രീതിയിൽ ചെയ്യാം? 26C4 വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഇതല്ല എങ്കിൽ നമ്മൾ ബ്ലാക്ക് കാർഡ് 4 സെലക്ട് ചെയ്യുന്നെങ്കിൽ 26C4 വേസിൽ സെലക്ട് ചെയ്യാം. ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്നില്ല. ഒന്നുകിൽ റെഡ് കാർഡ്സ് 4 എടുക്കുന്നു, അല്ലെങ്കിൽ ബ്ലാക്ക് കാർഡ്സ് 4 എടുക്കുന്നു. ദെർഫോർ വി ഹാവ് ടു ആഡ്. അപ്പോൾ ഇതിനെ നമ്മൾ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 times 26C4. അപ്പോൾ ഇതിനെ 2 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 26C4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 26 factorial ഡിവൈഡഡ് ബൈ 4 factorial into 22 factorial. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ 29,900 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. 29,900. അപ്പോൾ ഈ കാർഡിൻ്റെ ക്വസ്റ്റ്യൻസ് പല കുട്ടികൾക്കും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നതിൻ്റെ കാരണം കൃത്യമായിട്ട് കാർഡുകളുടെ എണ്ണം നമുക്കറിയാത്തതുകൊണ്ടാണ്. അതുപോലെ സെലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും കോമ്പിനേഷനിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ സെലക്ഷൻ എപ്പോഴും കോമ്പിനേഷനായിട്ട് എടുക്കണം എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. How many words with or without meaning, each of 3 vowels and 2 consonants can be formed from the letters of the word involute? എന്താണ് ഈ വൗവൽസ്? നമുക്കറിയാം വൗവൽസ് എന്തൊക്കെയാണെന്ന്. വൗവൽസ് അല്ലാത്ത ഇംഗ്ലീഷ് ലെറ്റേഴ്സിനെയാണ് നമ്മൾ കൺസോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിനെ ഒന്ന് തിരിക്കാം. അതായത് ഈ ചോദ്യത്തിനെ ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഇൻവല്യൂട്ട് എന്ന് പറയുന്ന ഈ വാക്കിനകത്ത് കൺസോണൻസ് ഉണ്ട്, വൗവൽസ് ഉണ്ട്. ഈ വൗവൽസിൽ നിന്ന് 3 വൗവലും 2 കൺസോണൻറ്റും എടുത്തിട്ട് എത്ര വേർഡ്സ് ഫോം ചെയ്യും? അപ്പോൾ ആദ്യം നമ്മൾ ഇൻവല്യൂട്ടിനകത്ത് എത്ര വൗവൽസ് ഉണ്ടെന്നും എത്ര കൺസോണൻസ് ഉണ്ടെന്നും ഒന്ന് ഗ്രൂപ്പ് തിരിക്കണം. അപ്പോൾ അതിൽ നമുക്കറിയാം 4 വൗവൽസ് ഉണ്ട് ഇതിനകത്ത് അല്ലേ? ഏതൊക്കെയാണ് 4 വൗവൽസ് ഉള്ളത്? ഐ. നമുക്ക് വൗവൽസിനെ ഒന്ന് തിരിക്കാം. വൗവൽസ് നമ്മൾ തിരിക്കുന്നു. ഐ, പിന്നെ ഒ അല്ലേ, യു, ഇ. അപ്പോൾ 4 വൗവൽസ് നമുക്ക് കിട്ടി. ഐ, ഒ, യു, ഇ. ഇനി ഇതിൽ കൺസോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കൺസോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കൺസോണൻസ് വരുന്നത് എൻ, ബി, എൽ, ടി. 4 കൺസോണൻസും ഉണ്ട്. അപ്പോൾ 4 വവൽസും 4 കൺസോണൻസും. അപ്പോൾ നമുക്കതിനെന്തെന്ന് 4 വവൽസിൽ നിന്ന് എത്ര വവൽസിനെ എടുക്കണം? 3 വവൽസിനെ സെലക്ട് ചെയ്യണം. അവിടെ കോമ്പിനേഷനാണ് വേണ്ടത്. 4 വവൽസിൽ നിന്ന് 3 എണ്ണത്തിനെ സെലക്ട് ചെയ്യണം. ദെർഫോർ വി ക്യാൻ സെലക്ട് ഹൗ മെനി vowels? 3 vowels from 4 vowels. Therefore, the number of ways of selecting 3 vowels from 4 vowels is 4C3 ways. അപ്പോൾ 3 വേസിൽ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി കൺസോണൻസ് നമുക്കറിയാം 4 എണ്ണം ഉണ്ട്. അതിൽ എത്ര കൺസോണൻസ് വേണം? 2 കൺസോണൻസ് വേണം. അപ്പം ദിസ് വി ക്യാൻ ഡു ഇൻ 4C2 ways. Therefore, we can select 2 consonants from 4 consonants in 4C2 ways. Therefore, we can select the letters, 5 letters in 4C3 into 4C2 ways. ഇനി ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ അല്ലേ, വേർഡ്സ് ഉണ്ടാക്കണമെങ്കിൽ എന്താ ചെയ്യുക? പെർമ്യൂട്ടേഷനാണ്. ഈ 5 ലെറ്റർ നമ്മൾ എടുത്തു, അതിൽ നിന്നും വേർഡ്സ് ഉണ്ടാക്കണം. വേർഡ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ 3 + 2 5 ലെറ്റേഴ്സാണ് നമ്മൾ എടുത്തത്. ആ 5 ലെറ്റേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യണം, പെർമ്യൂട്ട് ചെയ്യണം. ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് വി ക്യാൻ അറേഞ്ച് 5 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഇൻ 5 പ്ലേസസ്? അപ്പോൾ അത് ഏത് രീതിയിൽ ചെയ്യാം?
5 ലെറ്ററിനെ 5 സ്ഥലത്ത് നമ്മൾ പെർമ്യൂട്ട് ചെയ്യുമ്പോൾ 5 ഫാക്ടോറിയൽ വേസിൽ പെർമ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത് ഇൻറ്റു 5 ഫാക്ടർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? വി ക്യാൻ സെലക്ട് 3 vowels from 4 vowels in 4C3 ways, and we can select 2 consonants from 4 consonants in 4C2 ways, and arrangements of these 5 letters is 5 factorial ways. Therefore these 3 can be done in together, അല്ലേ? ഡൺ ടുഗദർ, അതായത് ഒരുമിച്ച് നടക്കണം. ഇത് 3 എന്നാലേ നമുക്ക് വേർഡ് കിട്ടുള്ളൂ. അതായത് 3 വവൽസിനെ സെലക്ട് ചെയ്യുന്നു, 2 കൺസോണൻറ്റിനെ സെലക്ട് ചെയ്യുന്നു, ഈ 5 ലെറ്ററിനെയും ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇതാണത് പ്രോസസ്സ്. ഇത് 3 കാര്യങ്ങൾ നടന്നാൽ മാത്രമേ നമുക്ക് വേർഡ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറിലേക്ക് വരിക. നമുക്കതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 4C3 ഇൻറ്റു 4C2 ഇൻറ്റു 5 ഫാക്ടോറിയൽ. That is equal to 4C3 is 4C1 into 4C2 is 4 into 3 by 1 into 2 into 5 factorial, that is 1 into 2 into 3 into 4 into 5. Therefore we can simplify this. 2 can be cancelled here and you can multiply these numbers. The product will be the answer. Therefore it is equal to 2808. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ നമ്പർ ആദ്യമേ ഒന്ന് എഴുതി വെക്കാം. അതായത് നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 3 വവൽസ് ഫ്രം 4 വവൽസ്, ദാറ്റ് ഈസ് 4C3. 4C3 നമുക്ക് ഇവിടെ 4 എന്ന് എഴുതാം. അതുപോലെ 4C2 6 എന്ന് എഴുതാം. then multiply those two numbers, that is 24 into 5 factorial. 5 factorial is into 5 factorial. ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ഓരോ പീസായിട്ട് ഇതിനെ ആൻസറിലേക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് നമ്മളിപ്പോൾ എഴുതിയത് 2808. എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം സെലക്ഷൻ നടക്കുന്നു, അവിടെ കോമ്പിനേഷൻ അപ്ലൈ ചെയ്യണം. പിന്നെ പെർമ്യൂട്ടേഷൻ നടക്കുന്നു, അവിടെ എന്ത് അപ്ലൈ ചെയ്യണം? പെർമ്യൂട്ടേഷൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യണം. പെർമ്യൂട്ടേഷൻ്റെ ഫോർമുലയാണ് നമ്മളിത് പറഞ്ഞത്, n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആൻഡ് n പ്ലേസസ്, ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ. അതാണ് നമ്മളിവിടെ 5 ഫാക്ടോറിയൽ എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഗ്രൂപ്പ് കൺസിസ്റ്റ്സ് ഓഫ് 4 girls and 7 boys. In how many ways can a team of 5 members be selected if the team has no girl? At least 1 boy and 1 girl, at least 3 girls. ഇവിടെ നന്നായിട്ട് ചോദ്യം മനസ്സിലാക്കുക. 4 ഗേൾസും 7 ബോയ്സും ആണല്ലോ. 4 ഗേൾസ് 7 ബോയ്സ്. നമുക്ക് ഒന്ന് നീറ്റായിട്ട് എഴുതാം, ഒരു പുതിയ പേജിലേക്ക് എഴുതാം. 4 ഗേൾസ് ആൻഡ് 7 ബോയ്സ്. ഇതിൽ നിന്ന് നമുക്ക് ഫോം ചെയ്യേണ്ടത് എ ടീം ഓഫ് 5 മെമ്പേഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ ഗേൾസ് ഒന്നും ഇല്ലാത്ത ടീമിനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ 5 മെമ്പേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 5 മെമ്പേഴ്സിനെ നമുക്ക് ഇവിടെ 5 എന്ന് എഴുതി വെക്കാം. ഗേൾസ് ഇല്ലാത്ത ടീമാണ് വേണ്ടത്, 5 പേര്. അപ്പോൾ ഗേൾസ് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 5 പേരെ ബോയ്സിൽ നിന്ന് സെലക്ട് ചെയ്യണം, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാം. 7 ബോയ്സിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് എങ്ങനെ സെലക്ട് ചെയ്യാം? ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 7C5. അപ്പോൾ ആൻസറായി. ദാറ്റ് ഈസ് ഈക്വൽ ടു 7C5നെ നമുക്ക് 7C2 എന്ന് എഴുതിക്കൂടെ? എന്തുകൊണ്ട്? കോമ്പിനേഷൻ്റെ പ്രത്യേകത നമ്മൾ ചില സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ പഠിക്കണം. 7 ഈസ് ഈക്വൽ ടു 5 + 2. 5ഉം 2ഉം കൂട്ടിയാൽ 7 ആണ്. അപ്പോൾ 7C5നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പെട്ടെന്ന് കിട്ടും. കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 7C2 എന്ന് എഴുതാം. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് ആൻസർ വരിക? 7 × 6 / 1 × 2. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്താൽ 21 ആൻസർ കിട്ടും. ഇവിടെ 21 ആണ് ഒന്നാമത്തെ ആൻസർ. ഇനി ഈ 7 ബോയ്സും 5 ഗേൾസും ഉള്ള ടീമിൽ നിന്ന് രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. 2 ബോയ്സും 3 ഗേൾസുമാണ് ഉള്ള ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ
നമുക്ക് 4 ഗേൾസും 7 ബോയ്സും ഉണ്ട് അല്ലേ. നമുക്ക് വേണ്ടത് 2 ബോയ്സും 3 ഗേൾസും ഉള്ള ഗ്രൂപ്പിനെയാണ് വേണ്ടത് അല്ലേ. അല്ല, എന്താ വേണ്ടത്? അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ. നമ്മൾ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ. ചോദ്യം നല്ലോണം മനസ്സിലാക്കണം. കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ ആണ് ചോദ്യം. ഇതാണ്. ആ ചോദ്യം നല്ലോണം മനസ്സിലാക്കണം. കാരണം സാധാരണ പോലത്തെ ഒരു വാക്കല്ല അത്. അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ. അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ. കുറഞ്ഞത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും വേണം. അപ്പം ഞാൻ ഇവിടെ എഴുതുന്നതെന്ന് ശ്രദ്ധിക്കാം. കുറഞ്ഞതൊരു ആൺകുട്ടി. അപ്പോൾ ഒരു ആൺകുട്ടി നിർബന്ധമാണല്ലോ. അപ്പോൾ ഒരു ആൺകുട്ടിയെ നമ്മൾ ഇവിടുന്ന് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഗേൾസിൽ എത്ര പേര് വേണ്ടി വരും? 5 പേരാകണമെങ്കിൽ 4 പേരും തന്നെ വേണം അല്ലേ. കുറഞ്ഞതൊരു ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയെ നമ്മൾ എടുക്കുമ്പോൾ 4 പെൺകുട്ടികളെ എടുക്കണം. ഇനി 5 പേര് വേണം. ഇനിയിപ്പോൾ കുറഞ്ഞതൊരാണെന്ന് പറഞ്ഞാൽ 2 ആൺകുട്ടികളും ആകാമല്ലോ. കുറഞ്ഞത് 1 വേണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ കൂടാലോ. അപ്പോൾ 2 ആൺകുട്ടികളെ എടുക്കുന്നുണ്ടെങ്കിൽ ഗേൾസിനെ 3 പേരാക്കിയിട്ട് എടുക്കണം. ഇനി 3 ആൺകുട്ടികളെ എടുക്കുന്നുണ്ടെങ്കിൽ ഗേൾസിനെ നമുക്ക് 2 പേരെ എടുക്കാം. 4 ആൺകുട്ടികളെ എടുക്കുന്നുണ്ടെങ്കിലോ ഗേൾസിനെ 1 ഗേളിനെ എടുക്കാം. ഇനി 5 ആൺകുട്ടികളെ എടുക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? ഒരു ഗേളെങ്കിലും കുറഞ്ഞത് വേണം. അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ. കുറഞ്ഞതൊരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും വേണം. അപ്പോൾ ഒരു ആൺകുട്ടി കുറഞ്ഞത് എടുക്കുകയാണെങ്കിൽ 4 ഗേൾസിനെ എടുക്കണം. 2 ആൺകുട്ടികളെ എടുക്കുമ്പോൾ 3 പേരെ എടുക്കാം. 3 ആൺകുട്ടികൾ എടുക്കുമ്പോൾ 2 പേരെ എടുക്കാം. 4 ആൺകുട്ടികളെ എടുക്കുമ്പോഴും ഒരു പെൺകുട്ടി എടുക്കാം. പക്ഷെ 5 ആൺകുട്ടികളെ 7 നിന്ന് എടുക്കാൻ പറ്റില്ല. കാരണം കുറഞ്ഞതൊരു പെൺകുട്ടിയെങ്കിലും വേണം. അപ്പം നമ്മൾ 5 ആൺകുട്ടികളെ ഇതിൽ നിന്ന് എടുത്താൽ പിന്നെ പെൺകുട്ടികൾ ആ ഗ്രൂപ്പിൽ ടീമിൽ ഉണ്ടാവില്ല. ഇനി ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ കാർഡിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ 5 പേര് ഇവിടെ വന്നു കഴിയുന്നുണ്ട് ഓരോ ടീമിലും അല്ലേ, ഓരോ സെലക്ഷനിലും. അപ്പോൾ ഓർ എന്നുള്ള രീതിയാണ്. ഒന്നുകിൽ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ എടുക്കാം. അപ്പോൾ നമ്മളത് അതിൻ്റെ ആൻസറിലേക്ക് വരുമ്പോൾ ആദ്യം 1 ബോയ് ആൻഡ് 4 ഗേൾസ്, 1 ബോയ് ആൻഡ് 4 ഗേൾസ് can be selected in എത്ര വേസിൽ സെലക്ട് ചെയ്യാം? ക്യാൻ ബി സെലക്റ്റഡ് ഇൻ 4 ഗേൾ 4 വേസിൽ അല്ലേ. 4 ഗേളിനെ സെലക്ട് ചെയ്യുന്ന ഇൻറ്റു അല്ലേ 7 ബോയ്സിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്ന 7C1. ഇനി രണ്ടാമത്തെ കേസിൽ 2 boys and 3 girls can be selected in 4C3 into 7C2 എടുക്കാം. ഇനി അടുത്ത കേസ് ഏതൊക്കെയാണ്? 3 boys and 2 girls. 2 girls can be selected in നമ്മൾ 3 ബോയ്സ് ആണ്. അപ്പോൾ 2 ഗേൾസ്. അപ്പോൾ 4C2 into 7C3. ഇനി 4 boys and 1 girl can be selected in എത്ര വേസിൽ? 7C4. 4 ബോയ്സ് അപ്പോൾ 7C4 ആൻഡ് 1 ഗേൾ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4C1 into 7C4. ഇതെല്ലാം ഇതല്ലെങ്കിൽ അങ്ങനെ വരുന്ന കേസാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യണം, എല്ലാം കൂടി ആഡ് ചെയ്യണം. ഫോർ ദി റിക്വയർഡ് നമ്പർ ഓഫ് വേസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ്
ബേസ് ഈക്വൽ ടു, നമുക്കതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം. കിട്ടിയിട്ടുള്ള ആൻസേഴ്സ് മൊത്തം ഒന്ന് ആഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ രീതിയിൽ നമുക്ക് 4C1 ഇൻറ്റു 4C4 ഇൻറ്റു 7C1 പ്ലസ് 4C3 ഇൻറ്റു 7C2 പ്ലസ് 4C2 ഇൻറ്റു 7C3 പ്ലസ് 4C1 ഇൻറ്റു 7C4. ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുക, എല്ലാ നമ്പേഴ്സും കൂടി ഒന്ന് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 പ്ലസ് then 84 plus then 210 plus 140. That is equal to total 441. പലപ്പോഴായിട്ട് കൂടിയ മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ടഫാണ്. നമ്മൾ ആദ്യത്തെ പോർഷൻസൊക്കെ നല്ലോണം മനസ്സിലായാൽ മാത്രമേ ഈ ചോദ്യത്തിലേക്ക് വരാൻ കഴിയുള്ളൂ. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓരോ ചോദ്യവും ഓരോ തരത്തിലാണ്, നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടുന്നത് 441 ആണ്. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. അതിൽ അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ ആണ് നമ്മൾ ചെയ്തത്. ഇതിൻ്റെ അടുത്ത പാർട്ട്, തേർഡ് പാർട്ടിലേക്കൊന്ന് പോകാം. നമ്മൾ തേർഡ് പാർട്ടൊന്ന് നോക്കുക. ചോദ്യത്തിൻ്റെ അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് എന്നാണ് പറയുന്നത്. കുറഞ്ഞത് 3 ഗേൾസ് വേണം. അപ്പോൾ കുറഞ്ഞത് 3 ഗേൾസ് വേണമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കിട്ടിയ ഈ ആൻസർ 441 ആണ്. കുറഞ്ഞത് 3 ഗേൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ ഇതിൻ്റെ തേർഡ് പാർട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് 4 ഗേൾസും 7 ബോയ്സും ആണുള്ളത്. അപ്പോൾ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 3 ഗേൾസാണ്. അപ്പോൾ കുറഞ്ഞത് 3 ഗേൾസ് വേണം. അപ്പോൾ നമുക്ക് കുറഞ്ഞത് 3 ഗേൾസിലേക്ക് തുടങ്ങാം. 3 ഗേളിനെ ഞാൻ ഇടുന്ന് എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ബോയ്സ് എത്ര പേര് വേണം? 2 ബോയ്സ് വേണം. അപ്പോൾ കുറഞ്ഞത് 3 ഗേളാകുമ്പോൾ 4 ഗേളിൽ 4 ആളെയും വേണമെങ്കിൽ എടുക്കാം അല്ലേ? 4 ആളെയും എടുക്കുമ്പോൾ ബോയ്സിന് എത്ര പേര് എടുക്കണം? 1 ബോയിനെ എടുക്കാം. അപ്പോൾ ഇവിടെ ഇത്രയും പോസിബിലിറ്റിയേ ഉള്ളൂ. അതായത് കുറഞ്ഞത് 3 ഗേളെങ്കിലും വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 3 ഗേളിനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 4 വരെ പോകാം. അപ്പോൾ അതിന് കണക്കായിട്ട് ബോയ്സിനെ എടുക്കണം. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താ വരിക? റിക്വയർഡ് ആൻസർ 4. നമുക്കിങ്ങനെ എടുക്കാം. ദി നമ്പർ ഓഫ് വേസ് ഓഫ് 3 ഗേൾസ് ആൻഡ് 2 ബോയ്സ് ക്യാൻ ബി സെലക്റ്റഡ്. ഇങ്ങനെ എഴുതാം. 3 ഗേൾസ് ആൻഡ് 2 boys can be selected in എത്ര വേസിൽ സെലക്ട് ചെയ്യാം? 3 ഗേളും 2 ബോയും. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന 4C3 ഇൻറ്റു 7C2. പിന്നെ 4 ഗേൾസ് അല്ലേ? 4 ഗേൾസ് and 1 boy can be selected in നമുക്ക് 4 ഗേൾസിന് അപ്പോൾ 4C4 ആണ്. 4C4 ഇൻറ്റു 1 ബോയ് 7C1 വേസിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ദഫോർ ടോട്ടൽ വേസ് ഓഫ് സെലക്ഷൻ, ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു ആദ്യത്തെ നമ്പർ 4C3 ഇൻറ്റു 7C2 ഈസ് 84 വരും. 84 പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് വേസിൽ നമ്മൾ ഇത് ടോട്ടലായിട്ട് എഴുതാം. നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് വരുന്നതിന് മുന്നേ ഓരോന്ന് സെപ്പറേറ്റ് എഴുതാം. അതായത് ആദ്യത്തെ നമ്പർ ഓഫ് വേസ് എന്തായിരുന്നു? 4C3 ഇൻറ്റു 7C2 പ്ലസ് 4C4 ഇൻറ്റു 7C1. ഈ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് കിട്ടുന്നത് 4C3 ഇൻറ്റു 7C2 ഈക്വൽ ടു 84 വരും. 84 പ്ലസ് then 4C4 ഇൻറ്റു 7C1 ഈസ് 7. ദാറ്റ്സ് ഈക്വൽ ടു 91. ഇതാണ് കറക്റ്റ് ആൻസർ. നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് ചിലപ്പോൾ ഒന്നിച്ച് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട്. ഒരു 6 മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ സെക്ഷനിലൊക്കെ വരാൻ കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക.
ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് വേർഡ്സ് with or without meaning which can be made using all the letters of the word again. If these words are written as in a dictionary, what will be the 50th word? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. Find the number of words with or without meaning which can be made using all the letters of the word again. നമുക്ക് സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ചോദ്യമാണത്. അതായത് എഗെയിൻ എന്നുള്ള വേർഡിൽ നിന്ന് എത്ര അതിൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര വേർഡുകൾ നമുക്ക് ഉണ്ടാക്കാം. അത് ഫോർ ദി നമ്പർ ഓഫ് വേർഡ്സ് വിച്ച് ക്യാൻ ബി ഫോംഡ് അല്ലേ, നമ്പർ ഓഫ് വേർഡ്സ് വിച്ച് ക്യാൻ ബി ഫോംഡ്. ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറാണ് നമ്മൾ എഴുതുന്നത്. എഗെയിൻ എന്നുള്ള വാക്കിനകത്തുനിന്ന് ലെറ്റേഴ്സ് എടുത്തുകൊണ്ട് എത്ര വേർഡ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നമ്മൾ എപ്പോഴും ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ഇതിനകത്ത് എത്ര ലെറ്റർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. 1 2 3 4 5. അപ്പോൾ 5 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. ഇതിൽ എ എന്ന് പറയുന്നത് എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും അതാ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഉടനെ നമ്മൾ എഴുതുന്നു 5 ഫാക്ടോറിയൽ എന്ന് എഴുതി. ഇനി ഇതിനെ 2 ഫാക്ടോറിയൽ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്നു. 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 60. നമുക്ക് ഡിവൈഡ് ചെയ്ത് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 60 ആണ്. അപ്പോൾ ഇതിൽ 5 ഫാക്ടോറിയൽ ഡിവൈഡ് 2 ഫാക്ടോറിയൽ നമുക്ക് 60 വേർഡ്സ് ഫോം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇനി ആ 60 വേർഡുകൾ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ഇഫ് ദീസ് വേർഡ്സ് ആർ റിട്ടൺ ആസ് ഇൻ എ ഡിക്ഷണറി, ഒരു ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ ഈ വേർഡ്സിനെ അറേഞ്ച് ചെയ്താൽ 50ാമത്തെ വേർഡ് ഏതായിരിക്കും? ചാലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യമാണത്. എങ്ങനെ നമ്മളത് ആൻസറിലേക്ക് വരുന്നു നോക്കാം. അപ്പോൾ ഈ 60 വാക്കുകളെ നമ്മൾ ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഡിക്ഷണറി ഓർഡർ എന്താണെന്ന് ഇവിടെ ഒരു കുട്ടിക്ക് നന്നായിട്ട് അറിയണമെങ്കിൽ മാത്രമേ ഈ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എഗെയിൻ എന്നുള്ള വേർഡ് ഒന്ന് ശ്രദ്ധിക്കാം. ഇതിൽ ലെറ്റേഴ്സിനെ ഡിക്ഷണറിയിൽ നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്ന ഓർഡറിൽ എങ്ങനെയാണ് വരിക നോക്കാം. 2A അല്ലേ, എ ആണ് നമ്മൾ ആദ്യം വരിക. എ 2 ഉണ്ട്. അപ്പോൾ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെറ്റർ നമ്മൾ എടുക്കുമ്പോൾ എ ആദ്യം വരും. പിന്നെ ABCDF ജി ആണ് ആദ്യം വരിക. പിന്നെ വരിക GHI വരും. പിന്നെയാണ് N വരും അല്ലേ. ഇങ്ങനെ എയിൽ തുടങ്ങുന്ന കുറേ വേർഡ്സ് ആദ്യം വരും. എയിലുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് ജിയിലുള്ളതായിരിക്കും, പിന്നെ ഐയിലുള്ളതായിരിക്കും. ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് നമ്മളത് അറേഞ്ച് ചെയ്യുക. ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്യുന്ന രീതി എന്താണ്? ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ശ്രദ്ധിക്കാം. നമ്പർ ഓഫ് വേർഡ്സ് നമ്മൾ ആദ്യം കൗണ്ട് ചെയ്യുന്നത് 50ാമത്തെ വേർഡാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ടിങ് വിത്ത് എ. നമുക്ക് സ്റ്റാർട്ടിങ് വിത്ത് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആദ്യം എയിലാണ് ഉണ്ടാവുക, പിന്നെ ജിയിലായിരിക്കും. അപ്പോൾ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് എത്ര ഉണ്ടാവും നോക്കാം. നമുക്ക് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് എന്ന് പറയുമ്പോൾ എ നമുക്ക് മാറ്റി വെക്കാം. എ മാറ്റി വെക്കുമ്പോൾ നോക്കാം, ഈ എ എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ അങ്ങോട്ട് മാറ്റുന്നു. ആദ്യത്തെ തുടക്കത്തിലുള്ള നമ്പർ എ തന്നെ ആയിരിക്കുമല്ലോ എയിൽ തുടങ്ങുമ്പോൾ. ബാക്കിയുള്ള 4 ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ എത്ര രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യാം? 4 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് സ്റ്റാർട്ടിങ് വിത്ത് എ എന്ന് പറയുന്നത് 4 ഫാക്ടോറിയലാണ്. ദാറ്റ് ഈസ് 24. 24 വേർഡ് എയിൽ തുടങ്ങുന്നുണ്ട്. ഇനി സ്റ്റാർട്ടിങ് വിത്ത് ജി ആണ് നമ്മൾ നോക്കുന്നത്. നമ്പർ ഓഫ് വേർഡ്സ്, അപ്പോൾ 24ാമത്തെ വേർഡ് വരെയുള്ളത് എയിൽ തുടങ്ങുന്ന വേർഡാണ്. നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ടിങ് വിത്ത് ജി നോക്കാം. നമുക്ക് ജിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ജി നമ്മൾ മാറ്റി വെക്കുന്നു. ജി മാറ്റി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന, ഇപ്പോൾ ജി അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? AAIN ആണ്. അപ്പോൾ ജിയിൽ തുടങ്ങുന്ന വാക്കുകൾ എടുക്കുമ്പോൾ അതിൽ എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, 2 ടൈംസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ 4 ഫാക്ടോറിയൽ എന്ന് എഴുതിയാൽ ശരിയാവില്ലല്ലോ. എന്തുകൂടി വേണം? 4 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് അല്ല, 2 എ ആണ്. അപ്പോൾ ഇവിടെ 2 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത്
24/2 ആണ് കിട്ടുക. ദാറ്റ് ഈസ് 12. അപ്പോൾ 12 വേർഡ്സ് ജിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഈ 12 24 12 കൂടി ചേരുമ്പോൾ എത്രയായി? 24 12 36ാമത്തെ വേർഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. 50ാമത്തെ വേർഡ് ഏതാണ് ചോദ്യം. അപ്പോൾ അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ലെറ്റർ ഐ ആണ് അല്ലേ. അപ്പം നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ടിങ് വിത്ത് ഐയിൽ തുടങ്ങുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഐയിൽ തുടങ്ങുമ്പോൾ എഗെയിൻ എന്നുള്ള വാക്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഐ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഐ ഫസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് AAGN ആണ്. അവിടെയും 2 പ്രാവശ്യം എ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ വരും. അതായത് 12 തന്നെയാണ് ആൻസർ കിട്ടുക. അപ്പോൾ 24 + 12 + 12 അല്ലേ. ഇപ്പോൾ നമ്മൾ എത്രാമത്തെ വേർഡിൽ എത്തിക്കഴിഞ്ഞു? 48th വേർഡിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അതായത് ഐയിൽ തുടങ്ങുന്ന വേർഡ്സിൽ 48 വരെ ഐയിൽ തുടങ്ങുന്ന വേർഡാണ്. ഇനി എന്താണ് ബാക്കിയുള്ളത്? എന്നിൽ തുടങ്ങുന്ന വേർഡ്. ഇനി എന്നിൽ തുടങ്ങുന്ന വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് എന്നിനെ നമുക്ക് എഴുതി നോക്കാം. കാരണം ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഫുള്ളായിട്ട് എന്നിൽ തുടങ്ങുന്ന വേർഡ്സ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ 50ാമത്തെ സ്ഥാനം കടന്നു പോകും. അതുകൊണ്ട് നമ്മളിപ്പോൾ 48ാമതിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത എന്നിലാണ് ഇനി എഴുതേണ്ടത്. അപ്പോൾ എന്നിൽ തുടങ്ങുന്ന ആദ്യത്തെ വേർഡ് ഏതാണെന്ന് നോക്കാം. നമുക്ക് നോക്കാം എന്നിൽ തുടങ്ങുന്ന ആദ്യത്തെ വേർഡ്. അപ്പോൾ ദി ഫസ്റ്റ് വേർഡ്, ദി വേർഡ്സ് സ്റ്റാർട്ടിങ് വിത്ത് എൻ അല്ലേ. 49th വേർഡാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. 49th വേർഡ് ഏതായിരിക്കും? 49th വേർഡ് എന്നിൽ തുടങ്ങുന്ന ആദ്യത്തെ വേർഡാണ് പറയേണ്ടത്. ഇപ്പോൾ എന്നിൽ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എ ആണ് വെക്കുക അല്ലേ. ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. 2 എയും കഴിഞ്ഞിട്ട് ജി കഴിഞ്ഞിട്ട് ഐ ആണ് നമ്മൾ വെക്കുക. അപ്പോൾ 49th വേർഡ് NAAG എന്ന് പറയുന്ന വേർഡാണ് 49th വേർഡ്. അപ്പോൾ ഇനി 15th വേർഡ് നമുക്ക് പെട്ടെന്ന് എഴുതാം. 50th വേർഡ് അടുത്ത വേർഡ് ഏതായിരിക്കും? ഡിക്ഷണറി ഓർഡർ എന്താണെന്ന് നല്ലോണം മനസ്സിലാക്കണം എല്ലാവരും, എന്നാലേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ NAA പിന്നെ ഇതിലാണ് നമ്മൾ തിരിച്ചിട്ടാൽ മതി അല്ലേ. IG എന്ന് മാറ്റുക. A കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ജിയും കഴിഞ്ഞാൽ പിന്നെ വരേണ്ട ഐ ആണ്. അപ്പോൾ ഐയിൽ തുടങ്ങുന്നത് AAG കഴിഞ്ഞാൽ AAIG. ഇതായിരിക്കും 50th വേർഡ് NAAIG. വിത്തൗട്ട് മീനിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് അതിൻ്റെ അർത്ഥം തേടി പോകേണ്ട കാര്യമില്ല. 15th വേർഡ് NAAIG എന്ന് പറയുന്ന വേർഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച്. വളരെ റെയറായിട്ട് ഈ ചോദ്യങ്ങൾ എക്സാമിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരാളും ഒന്നും ഒഴിവാക്കാതെ പഠിക്കാൻ ശ്രമിക്കാം. കൂടിയ മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ 6 മാർക്കിൻ്റെ സെക്ഷനിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ഒരു ചോദ്യം, വളരെ സിമ്പിളായ ഒരു ചോദ്യം, പക്ഷേ എന്നാലും നമ്മൾ കൺഫ്യൂസിങ് ആണ്. ഇൻ ഹൗ മെനി വേസ് ക്യാൻ 5 girls and 3 boys be seated in a row so that no 2 boys are together? 5 ഗേൾസും 3 ബോയ്സും അവരെ നമ്മൾ ഇരുത്തുന്നു. രണ്ട് ബോയ്സ് അടുത്തടുത്ത് വരാൻ പാടില്ല. അതാണ് ചോദ്യം. എങ്ങനെ ഇരുത്തും? ഇവിടെ നമ്മൾ ആദ്യം ഗേൾസിനെ നമ്മൾ എടുക്കുന്നു. ഗേൾസിനെ ഇരുത്തുന്നു. 5 ഗേൾസ് ഉണ്ട് അല്ലേ. ഗേൾസിനെ നമ്മളൊന്ന് ഇരുത്തുന്നു. 5 ഗേൾസിനെ സ്പേസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇരുത്തുന്നത്. 5 ഗേൾസിനെ ഇരുത്തുന്നു. ഇനി ബോയ്സിനെ ഇരുത്തുന്ന പ്ലേസസ് നമുക്ക് നോക്കാം. 2 ബോയ്സ് അടുത്തടുത്ത് വരാൻ പാടില്ല. അപ്പോൾ ബോയ്സിനെ നമുക്ക് ഇരുത്താൻ പറ്റും. അങ്ങനെയാകുമ്പം ബോയ്സിനെ നമുക്ക് ഇരുത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇവിടെ ഇരുത്താം, അല്ലെങ്കിൽ ഇവിടെ അല്ലേ, ഗേൾസിൻ്റെ നടുവിൽ, അല്ലെങ്കിൽ ഇങ്ങ് അറ്റത്ത് ഇരുത്താലോ. അപ്പോൾ ഈ 3 ബോയ്സേ നമുക്കുള്ളൂ. എത്ര പ്ലേസ് ഉണ്ട്? 6 പ്ലേസ് ഉണ്ട് അല്ലേ. എത്ര പ്ലേസ് ഉണ്ട്? 1 2 3 4 5 6 പ്ലേസ് ഉണ്ട്. അത് നമുക്ക് കോമ്പിനേഷൻ ആക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്കതിനെ കോമ്പിനേഷനിൽ എടുക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ എടുത്താൽ നമുക്കവരെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യത്തെ പ്ലേസ് രണ്ടാമത്തെ പ്ലേസ് എന്നുള്ള ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. തിരിച്ചു മറിച്ചും നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പെർമ്യൂട്ടേഷനിലാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അറേഞ്ച്മെൻറ്റാണ്. ആകുമ്പോൾ ഈ ഗേൾസിനെ
നമ്മളിരുത്തുന്ന ഈ ഗേൾസിനെ നമുക്ക് G1 ഇങ്ങനെ എടുത്താൽ, ഗേൾസിലും ഡിഫറെൻ്റ് ആണ്, എല്ലാം G അല്ല, G1 G2 ഡിഫറെൻറ്റ് പേഴ്സൺസ് ആണ്. G1 G2 G3 G4 G5. അപ്പോൾ ഈ ഗേൾസിനെ 5 പേരെ 5ഉം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ നമ്മൾ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 5 പേരുണ്ട് അല്ലേ, 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. ബോയ്സിനെ നമുക്ക് 6 പ്ലേസും 3 ബോയ്സുമാണ്. അപ്പോൾ 6p3 വേസിൽ അവരെ അറേഞ്ച് ചെയ്യാം. 6p3 വേസ് അറേഞ്ച് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നടന്നാലേ നമുക്കതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ആവുള്ളൂ. അവരെ രണ്ടുപേരെയും ഗേൾസിനെയും ബോയ്സിനെയും ഒരുമിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇത്രയും രീതിയിൽ നമുക്ക് ഇവരെ അറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് 3 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 14,400 എന്ന് കിട്ടും. 14,400 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ, 14,400. നന്നായിട്ട് മനസ്സിലാക്കുക. ഓരോ ചോദ്യവും ഓരോ തരത്തിലാണ് ഈ ചോദ്യങ്ങൾ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഫ്രം എ ക്ലാസ് ഓഫ് 25 സ്റ്റുഡൻസ് 10 ആർ ടു ബി ചോസൺ ഫോർ എൻ എക്സ്കർഷൻ പാർട്ടി. There are 3 students who decide that either all of them will join or none of them will join. In how many ways can the excursion party be chosen? അപ്പോൾ ഇവിടെ 25 കുട്ടികളുള്ള ഒരു ക്ലാസ്, അതിൽ 10 പേരെ നമുക്ക് സെലക്ട് ചെയ്യണം. എക്സ്കർഷൻ പാർട്ടിയാണ്, 10 പേരെ സെലക്ട് ചെയ്യണം. അതിൽ 3 കുട്ടികൾ, there are 3 students who decide that either all of them will join or none of them will join. ഒന്നുകിൽ അവർ 3 പേരും ഒരുമിച്ച് പോകും, അല്ലെങ്കിൽ 3 പേരും ഒഴിവാകും. അങ്ങനെയുള്ള 3 പേരുണ്ട് ഈ 25 പേരിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര രീതിയിൽ നമുക്ക് ആ സെലക്ഷൻ ചെയ്യാം, എക്സ്കർഷൻ പാർട്ടിയെ സെലക്ട് ചെയ്യാം. അപ്പോൾ 25 കുട്ടികളിൽ 10 പേരെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. 10 പേര് നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് സെലക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ 3 പേര് ഇങ്ങനെയുള്ള 3 പേരുണ്ട്. അപ്പോൾ ഈ 3 പേര് ഒന്നുകിൽ ഈ 3 പേരും വരും, അല്ലെങ്കിൽ 3 പേരും വരുന്നില്ല. അങ്ങനെയാണ് അവരുടെ തീരുമാനം. അപ്പോൾ അവ 3 പേരെ വരുന്നുണ്ടെങ്കിലോ, ആ 3 പേര് വരുന്നുണ്ടെങ്കിൽ 25 പേരിൽ നിന്ന് 10 പേരെ നമുക്ക് ഈ 10 പേരിൽ അവരെ ഉൾപ്പെടുത്തണം അല്ലേ. 10 പേരിൽ അവരെ ഉൾപ്പെടുത്തണ്ടേ. 25 പേരിൽ നിന്നും 10 പേരെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ 10 പേരിൽ ഈ 3 പേര് ഉൾപ്പെടും. അപ്പോൾ അവർ 3 പേരും വരുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പേരെ സെലക്ട് ചെയ്താൽ മതി? ആ 3 പേരെ ഒഴിവാക്കിയാൽ പിന്നെ 22 പേരെ ഉണ്ടാവുള്ളൂ. ആ 22 പേരിൽ നിന്ന് നമ്മൾ എത്ര പേരെ ഇനി സെലക്ട് ചെയ്യാം? 22 പേരിൽ നിന്ന് നമുക്ക് 7 പേരെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യണ്ടു. അപ്പോൾ 3 പേരും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആൻസറിന് ഇങ്ങനെ എഴുതാം: ഇഫ് 3 സ്റ്റുഡൻസ് ആർ ഡിസൈഡഡ് ടു ജോയിൻ. ഇഫ് നമുക്കിങ്ങനെ എഴുതാം, 2 തരത്തിൽ എഴുതാം. ഇഫ് 3 സ്റ്റുഡൻസ് ആർ ഡിസൈഡഡ് to join excursion party, join, the number of ways is equal to the number of ways of selection. Number of ways of selection എങ്ങനെ എഴുതാം? അവർ 3 പേരും വരുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ ആ 3 പേരെ ഓൾറെഡി സെലക്റ്റഡ് ആണ്. പിന്നെ 22 പേരിൽ നിന്ന് എത്ര പേര് എടുത്താൽ മതി? 7 പേരെ എടുത്താൽ മതി. അപ്പോൾ 22 നിന്നും 22C7 ആണ് നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ. ഇനി ആ 3 പേര് വരുന്നില്ല എന്ന് വെക്കാം. 3 പേര് വരുന്നില്ല എന്ന് കൂട്ടാം. വരുന്നില്ലെങ്കിൽ നമ്മൾ ആ 22 നിന്ന്, അല്ലെ, ആ 3 പേരെ നമുക്ക് ഒഴിവാക്കാം. 22 നിന്ന് ഇഫ് ദേ ആർ നോട്ട് കമ്മിങ്, അല്ലേ, ഇഫ് 3 സ്റ്റുഡൻസ് ആർ നോട്ട് കമ്മിങ്, സ്റ്റുഡൻസ് are not joining, അല്ലേ, joining, the number of ways of selection, number of ways of selection equal to, എങ്ങനെ എടുക്കാം? ആ 3 പേര് വരുന്നില്ല എങ്കിൽ അവരെ നമുക്ക് മാറ്റി നിർത്താം, അവരെ സെലക്ഷനിൽ വരുന്നില്ല. 22 നിന്ന് നമ്മൾ എത്ര പേര് എടുക്കണം? 10 പേരും സെലക്ട് ചെയ്യണം. ഇത് ഒന്നല്ലെങ്കിൽ മറ്റേതാണ്.
അപ്പോൾ നമുക്കിതിൻ്റെ ടോട്ടൽ വേസ് ഓഫ് സെലക്ഷൻ, ടോട്ടൽ വേസ് ഈക്വൽ ടു 22C7 പ്ലസ് 22C10. ഇതാണ് നമ്മുടെ ആൻസറിലേക്ക് വരിക. ഒരു എക്സ്ട്രാ ലാർജ് നമ്പറാണ് ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് ഫിക്സ് ചെയ്യാം. ടെക്സ്റ്റിൽ ആൻസർ മാത്രം കൊടുത്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ, അതിങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങളത് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി.